ഗുഡ് മോർണിംഗ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇൻഷോട്ട് എടുക്കുക, അതിൽ ആ ന്യൂ പറഞ്ഞതിലുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രാഫ്റ്റിൽ നിന്ന് കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതും കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഓക്കെ, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഓഡിയോ കൊടുക്കാൻ നോക്കാം. അതിൽ ഓഡിയോ ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം റെക്കോർഡ്, ഇവിടെ റെക്കോർഡ് അതിൻ്റെ റെഡ് ചിഹ്നം ഉണ്ടല്ലോ, ആ റെഡ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഓൾറെഡി തരുന്നുണ്ട്. അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ടിക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഡൺ ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വോയിസ് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വലിയ എഡിറ്റർ എന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്ന രീതികൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കുറച്ചും കൂടി ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് അഡ്ജസ്റ്റോ അല്ലെങ്കിൽ ഫിൽറ്ററോ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ശേഷം ടിക്ക് ചെയ്യാം, അപ്പോൾ ഓക്കെ ആയി ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ഏത് നിറമാണ് വേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യാൻ തോന്നുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ഭാഗം ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യും ഞാൻ. ശേഷം സ്പ്ലിറ്റാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. ആ സ്പ്ലിറ്റ് കൊടുത്തിട്ട് എന്നിട്ട് ടിക്ക് ചെയ്യും, ടിക്കാക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റായിട്ട് കിടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റൗണ്ട് വരും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യാറുള്ളത്. പിന്നെ വോളിയം നമുക്ക് കുറയ്ക്കാന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ വോളിയം ഉണ്ടെങ്കിൽ കുറയ്ക്കാന്നുണ്ടെങ്കിൽ ആ വോളിയം ബട്ടൺ എടുക്കുക. ശേഷം ഇതൊക്കെ കുറയ്ക്കുക, ടിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ പറയുക, നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ ഉള്ളത്. സ്പീഡ്, ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പീഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ കുറയ്ക്കേണ്ടത് വെച്ചാൽ കുറയ്ക്കി കൂട്ടുക എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് റെക്കോർഡ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും വോയിസ് നമ്മൾ കൊടുത്തിട്ട് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ഓക്കെ അല്ല, ഇഷ്ടമാണില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റെക്കോർഡ് കൊടുക്കുക, ടിക്ക് ചെയ്യുക. ടിക്ക് കൊടുത്തതിന് ശേഷം ആ സൈഡിലായിട്ടുണ്ടല്ലോ ഒരു വോയിസ് എഫക്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജെൻസിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ്. അതല്ല റോബോട്ടിൻ്റെ സൗണ്ടാണ് അല്ലെങ്കിൽ താറാവിൻ്റെ സൗണ്ടാണ്, അങ്ങനെ പല സൗണ്ടുകൾ നമുക്ക് അതിൽ കൊടുക്കാം കേട്ടോ. ശേഷം ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഡൺ. ഇനി നിങ്ങൾക്ക് ഫേസൊക്കെ ബ്ലർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒപ്പാസിറ്റി പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫേസ് കംപ്ലീറ്റ് ബ്ലർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ബ്ലർ ആക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടിക്ക് കൊടുക്കുക. സംഭവം സിമ്പിളാണ് കേട്ടോ. വളരെ ചിലപ്പോൾ ചിലവർ ചിന്തിക്കുന്നുണ്ടായി, ഓ ഇതാണോ ഇതൊക്കെ എനിക്കറിയാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കറിയുന്ന ചെറിയൊരു കാര്യം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തന്നെന്ന് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർ യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലല്ലോ അവിടെ ടി എന്ന ഓപ്ഷൻ, ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും ലാസ്റ്റ് ടിക്ക്, അപ്പോൾ ടിക്ക് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഇൻഷോട്ടിൻ്റെ ഒരു ആഡ് കാണാറില്ലേ, താഴെയായിട്ട് ഒരു സിമ്പിൾ കാണാറില്ലേ, അതെങ്ങനെ കളയാമെന്ന് കാണിച്ചു കേട്ടോ. ഇതിലില്ല, ഞാൻ വേറൊരു ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്താ ഒരു ബ്ലാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ജസ്റ്റ് വീഡിയോ പോലെ ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇവിടെ ഇൻഷോട്ട് കാണിക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ആ ഇൻറ്റു കാണിക്കുന്നില്ലേ, ആ ഇൻറ്റു കാണിക്കുന്നതോട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആഡ് ഫ്രീ റിമൂവ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തനിയെ അത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ചില ആൾക്കാർ, ഒരുപാട് അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും ഇത് എനിക്ക് അറിയാവുന്നതല്ലേ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണമെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എനിക്കറിയുന്ന ചെറിയൊരു കാര്യം ഞാൻ ഇൻഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ലോക്കിറ്റ് ബൈ ബൈ, സി യു. യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കും.